പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിടുതലും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവ ഐശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവം സർവ ഐശ്വര്യങ്ങളാലും നന്മകളാലും ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത ശൂന്യതകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. നിന്റെ ജീവിതത്തിലെ ശൂന്യതകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, മരുഭൂമിയുടെ അനുഭവമാണല്ലോ, ശൂന്യതയുടെ അനുഭവമാണല്ലോ, പരാജയപ്പെട്ടു പോയ മേഖലയാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മുടെ ശൂന്യതകളെ മാറ്റി ഒരു നിറവിൻ്റെ അനുഭവത്തെ നൽകിത്തരും എന്ന് തിരുവചനം നമ്മളെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എത്ര അധ്വാനിച്ചിട്ടും എത്ര വേർപ്പൊഴുക്കിയിട്ടും എത്ര പണം ചെലവഴിച്ചിട്ടും എത്ര സമയം പാഴാക്കിയിട്ടും എൻ്റെ ജീവിതത്തിൽ ശൂന്യതകൾ മാത്രമേ ഉള്ളൂ എന്ന് നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഇല്ലാത്ത മേഖലകളിൽ ഉള്ളതുപോലെ നമുക്ക് തോന്നി ശൂന്യതകൾ കൊണ്ടുവന്ന് പരാജയപ്പെടുത്തുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ ശൂന്യതകളെ മാറ്റി സമൃദ്ധി കൊണ്ട് ദൈവാത്മാവ് മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ശൂന്യതകളെ മാറ്റുന്ന ദൈവം പരാജയപ്പെട്ടു പോയ മേഖലകളിൽ ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, കടഭാരങ്ങളാണ്, ബാങ്ക് ലോണുകളാണ്, ജപ്തി സംബന്ധമായി ഭാരമനുഭവിക്കുകയാണ്, സാമ്പത്തികമായി പരാജയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണ്, എല്ലാ മേഖലകളും അടയപ്പെട്ടു പോയി മരുഭൂമിയുടെ മേഖലകളാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി നമ്മുടെ ആലോചനയെ അറിയിക്കുന്ന ഒരു വാക്യമുണ്ട്. ഇന്ന് രാത്രിക്കാലം ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ പഠിച്ചു വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 9 വാക്യത്തിന്റെ അവസാന വാക്യം മുതൽ കാണാൻ കഴിയുന്നത്, എല്ലാ പാഴ്കുന്നുകളിലും അവർക്ക് മേച്ചലുണ്ടാകും, അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കുകയില്ല, അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീര് ഉറവകൾക്കരികെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും. അവിടെ ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വാക്യം വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കുകയില്ല. മരീചിക എന്ന് പറയുമ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് മരീചിക എന്ന് പറയുന്നത്. തടാകവും വെള്ളവും ഉണ്ട് എന്ന് തോന്നും, പക്ഷേ അടുത്തു ചെല്ലുമ്പോൾ ഒന്നുമില്ലാത്ത ശൂന്യതയാണ് കാണാൻ. അതിനെയാണ് മരീചിക എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ
ഉള്ളതുപോലെ തോന്നിപ്പിക്കുകയല്ല, ഉള്ളതായി ദൈവാത്മാവ് നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് പറയും, മരീചികയും വെയിലും ഇനി അവരെ ബാധിക്കുകയില്ല. അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തും, നീരുറവകൾക്കരികെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ ശൂന്യതകളെ മാറ്റി മരീചികയുടെ അനുഭവത്തെ, ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ഈ അനുഭവത്തെ മാറ്റി, ആ വെയിലിന്റെ അനുഭവത്തെ മാറ്റി സർവശക്തനായ ദൈവം ഒരു തണലിന്റെ അനുഭവത്തെ നൽകി തരുവാനിടയായിത്തീരും. അപ്പൊ എവിടെയാണോ പരാജയപ്പെട്ടത്, എവിടെയാണോ ശൂന്യമായി എന്ന് തോന്നുന്നത്, കടഭാരങ്ങളാലും ബാങ്ക് ലോണുകളാലും പലവിധമാകുന്ന പ്രയാസങ്ങളാലും നീ ഭാരപ്പെടുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, ശൂന്യതകളെ മാറ്റാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിലെ മരീചികയുടെ അനുഭവത്തെ, ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ഈ അനുഭവത്തെ മാറ്റി ഉള്ളതാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം, നീരു ഉറവയിൽ കൂടി കൊണ്ടുപോകുന്ന സർവശക്തനായ ദൈവം. അതിന്റെ 8-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്ന, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ച് ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി പൊയ്ക്കൊള്ളുവിൻ എന്ന്, അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവിൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു, നിന്നെ ജനത്തിന്റെ നിയമമാക്കി വച്ചിരിക്കുന്നു. അവർ വഴികളിൽ മേയും, എല്ലാ പായ്ക്കുന്നുകളും അവർക്ക് മേച്ചുണ്ടാകും. പായ്ക്കുന്നുകൾ, പാഴായിപ്പോയ കുന്നുകളിൽ, പാഴായിപ്പോയി എന്ന് പറഞ്ഞ മേഖലകളിൽ മേച്ചലിനെ ഒരുക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന, പാഴായിപ്പോയി എന്ന് പറയുന്ന മേഖലകളിൽ മേച്ചൽ ഒരുക്കുന്ന ഞാനും നിങ്ങളും അറിയാതെ സർവശക്തനായ ദൈവം മേച്ചലൊരുക്കി മാനിക്കുവാനിടയായിത്തീരും. നീ ഏതിനാലാണോ ഭാരപ്പെടുന്നത്, ഏത് വിഷയത്താലാണോ ഞെരുങ്ങുന്നത്, അവിടെ ദൈവാത്മാവും മേച്ചൽ ഒരുക്കുവാനിടയായിത്തീരും. എവിടെ ശൂന്യമായോ അവിടെ ദൈവാത്മാവ് മാനിക്കുവാൻ തക്കവണ്ണം ഉറവയുടെ അരികിൽ കൂടി കൊണ്ടുപോകുന്ന സർവശക്തനായ ദൈവം. മാത്രമല്ല അവനോട് കാണാൻ കഴിയുന്നു, അവർക്ക് മേച്ചൽ ഉണ്ടാകും, അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല. അവരുടെ വിശപ്പിനെ മാറ്റുന്ന സർവശക്തനായ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ പറഞ്ഞ വിശപ്പെന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന പ്രതികൂലമാകുന്ന വിശപ്പ്, കടഭാരമാകുന്ന വിശപ്പ്, ബാങ്ക് ലോണുകളാകുന്ന വിശപ്പ്, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന പലവിധമാകുന്ന വിശപ്പ്, അതിന്റെ നടുവിൽ ദൈവാത്മാവ് നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇവിടെയായിത്തീരും. ഭൗതിക ചിന്തയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ വിശപ്പുണ്ടാകുന്നത്, അതുപോലെയാണ് സാമ്പത്തിക പരാജയത്തിൽ, ആരോഗ്യപരമായ വിഷയത്തില്, ഭൗതികപരമായ വിഷയത്തില് ശൂന്യതകൾ വരുമ്പോൾ നാം വിശപ്പ് അനുഭവിക്കുന്നത് പോലെയാണ് ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നത്, മരീചികയുടെ അനുഭവമാണെങ്കിലും വെയിലിന്റെ അനുഭവമാണെങ്കിലും അതിന്റെ അനുഭവത്തെ മാറ്റി പാഴ്ക്കുന്നാണെങ്കിലും അവിടെ മേച്ചൽ ഒരുക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം. നിന്റെ ശൂന്യതകളെ മാറ്റി നീ എവിടെയാണോ പരാജയപ്പെട്ടത്, അതേ മേഖലയിൽ നീരുറവയിൽ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഴുക്കിന്റെ അനുഭവത്തെ, എവിടെ പരാജയപ്പെട്ടോ, നന്മ എവിടെ ചോർത്തിയോ, എവിടെ ശത്രു അടച്ചു വെച്ചോ അതിനെ തുറന്നു വിട്ട് സർവശക്തനായ ദൈവം ഒരു ഒഴുക്കുപോലെ, ഒരു നീരുറവ ഒഴുകുന്നത് പോലെ നിന്റെ ശൂന്യതകളെ മാറ്റി, നിന്റെ പ്രയാസങ്ങളെ മാറ്റി, നിന്റെ വേദനകളെ മാറ്റി, നിന്റെ കണ്ണുനീരിന്റെ അനുഭവത്തെ മാറ്റി ഒരു മേച്ചലിന്റെ അനുഭവത്തെ നിനക്ക് സർവശക്തനായ ദൈവം ഒരുക്കി തരുവാനിടയായിത്തീരും. ശൂന്യതകളെ മാറ്റി, പരാജയങ്ങളെ മാറ്റി, നീ അനുഭവിക്കുന്ന ഏത് പ്രതികൂലമാണെങ്കിലും അതിൽ നിന്ന് വിടുതൽ തന്ന് ഒരിക്കലും തളിർപ്പുണ്ടാകില്ല എന്ന് ചിന്തിക്കുന്ന പാഴ്ക്കുന്നിൽ മേച്ചലിനെ ഒരുക്കുന്ന സർവശക്തനായ ദൈവം.
ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ മനസ്സിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണോ? നീ എവിടെ പരാജയപ്പെട്ടോ അവിടെ ഒരു ഒഴുക്കിന്റെ അനുഭവത്തെ ദൈവാത്മാവ് നയിക്കും. അവിടെ ഒരു നല്ല മേച്ചലിന്റെ അനുഭവത്തെ നിനക്കായി തുറക്കും. നീ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ ദൈവാത്മാവ് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുവാനിടയായി തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.